വയനാടിനെ കേരളം ചേർത്ത് പിടിക്കുകയാണ്. ഓരോ മലയാളിയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പോലീസുകാരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് 100 കിലോമീറ്റർ ഓട്ടം നടത്തിയിരിക്കുകയാണ്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായിട്ടുള്ള നിതിൻ സാരംഗ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ നിയമസഭയിൽ ഡെപ്യൂട്ടേഷനിൽ വാച്ച് ആൻഡ് വാർഡനായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നത്. ഇന്ന് 100 കിലോമീറ്റർ ഓടി. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ഞാനിപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത് വെച്ചാൽ നമ്മളെ പബ്ലിക്കിനിടയിൽ ഒരു അവയർനെസ്, അതായത് CMDRFലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ്സിനും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും സേഫായിട്ട് വയനാട് വിക്ടിംസിനും അതുപോലെ തന്നെ അവിടെ നമുക്ക് റീബിൽഡ് ചെയ്യുന്നതിനും അവിടുത്തെ ഇത് കലാമിറ്റിയിൽ പെട്ടിരിക്കുന്നതിന് സഹായിക്കുന്നതിനും സേഫായിട്ടും ഏറ്റവും ഫലപ്രദമായിട്ടും നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് CMDRFിലൂടെയാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഡൊണേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് മറ്റുള്ളവരെയും കൂടി ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ JC തന്നെ ഞാൻ UPI ID അടക്കം വെച്ചിട്ടാണ് നിലവിൽ ഇത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം ഒരു ഡൊണേഷൻ CMDRFിൽ ചെയ്തു? ഞാൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടി തീരുമാനിച്ചത്? ഞാൻ CMDRFിലേക്ക് ഡൊണേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വയനാടിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇപ്പോൾ സ്റ്റാറ്റസായിട്ട് പലരും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികളടക്കം മറ്റേ വേരിനടക്കം ഒക്കെ കുരുങ്ങിയിട്ട് കിടക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചാണ്, ഇപ്പോൾ ഞാൻ ചെയ്തു, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഇത് ഞാൻ സെറ്റ് ചെയ്തത്. ഇന്ന് എവിടെ തൊട്ട് എങ്ങനെയാണ് ഓടി തുടങ്ങിയത്? ഞാനിപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ കളിയാക്കവിളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നേരെ വന്ന് പള്ളിപ്പുറം പോയി, അവിടെ നിന്ന് അഞ്ചുതെങ്ങ് പോയിട്ട് ബീച്ച് കോസ്റ്റൽ ഏരിയയിലൂടെ തന്നെ വന്നിട്ട് രണ്ടാമത് തിരിച്ച് ഇത് പട്ടം വഴി കയറി വരുമായിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 100 കിലോമീറ്ററാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. 102 വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ജനങ്ങളൊരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓടുന്നത് കണ്ടിട്ട്? ജനങ്ങൾ പലരും വന്നിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർ വണ്ടിയൊക്കെ വന്ന് സൈഡാക്കി നിർത്തിയിട്ട് ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പറഞ്ഞു നല്ലൊരു മോട്ടീവാണ്, കീപ് ഗോയിങ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോട്ടീവ് ചെയ്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓടിയിരുന്നത്. ഓരോരുത്തരുടെ ഉള്ള സന്ദേശം എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രോപ്പറായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടും ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഫണ്ട് മുഖേനയായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ CMDRF വഴി കൃത്യമായി ഓഡിറ്റും അത് മറ്റ് സംവിധാനങ്ങളുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി പല പ്രചാരണങ്ങളുമുണ്ട്. എന്നിരുന്നാൽ ചില ദുഷ്പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. CMDRFിലൂടെ തന്നെ കൊടുക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും സേഫായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CMDRFിലൂടെ തന്നെ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അത് നിങ്ങളെല്ലാവരും ഈ ഹമ്പിൾ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളാൽ പറ്റുന്ന 100 ആണോ 500 ആണോ എത്രയാണ് നിങ്ങളാൽ പറ്റുന്ന നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് CMDRFിലേക്ക് ഡൊണേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അതെ, വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പറ്റാവുന്ന സഹായം ചെയ്യണമെന്നാണ് നിതിനും പറയുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനൂപ്, മീഡിയ 1.